യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാണ്. അതെ, അതിന് മുന്നേ പ്രീമിയർ ലീഗിൽ ഒരു കാര്യം നടത്തും. സിറ്റി വേഴ്സസ് എവർട്ടൺ മാച്ച് ഡ്രോ ആണ് 3-3. പക്ഷെ അവസാനം കിടില മാച്ച് നമുക്ക് കാണുമ്പോൾ നല്ല മാച്ചാണ്. പക്ഷെ സിറ്റിന്റെ അവസ്ഥ കുറച്ച് മോശമാണ് പ്രീമിയർ ലീഗിൽ. അതെ, ഇപ്പൊ 71 പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് 26 പോയിന്റ് ഉണ്ട് ആർസണലിന്. അതെ, പക്ഷെ ആർസണലിന് 35 മത്സരമായി, സിറ്റിക്ക് 34 മത്സരമായി. പക്ഷെ അടുത്ത മാച്ച് ജയിക്കുകയാണെങ്കിലും ഇനി ആർസണലിൽ ഡ്രോയോ അല്ലെങ്കിൽ തോൽവിയോ വരണം സിറ്റിക്ക് പ്രീമിയർ ലീഗ് കിട്ടണമെങ്കിൽ. അതാണ് സിറ്റുവേഷൻ. സോ എന്താവുമെന്ന് കണ്ടറിയേണ്ടി വരും. കാരണം രണ്ട് ടീമും ടീമാണ്. അതെ, ഇത് ആർസണലിന് മുതലെടുക്കണമെന്നാണ് പറയുന്നത്. അതെ, ആർസണൽ കപ്പ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എഫ് എ കപ്പിൽ ഈ സീസണിൽ ഒരു കപ്പൊന്നും ഇല്ല. സോ ആർസണൽ കപ്പ് അടിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ആർസണലിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് ആർസണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്, സെക്കൻഡ് ലെഗ്. സോ ഇന്നും അവർക്കൊരു ക്രൂഷ്യൽ ദിവസം തന്നെയാണ്. അതെ, അവര് കപ്പ് അടിക്കട്ടെ. അല്ലെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ ആർസണൽ കുറെ ആയി ഒരു കപ്പ് കണ്ടിട്ട്. ആർസണൽ എല്ലാം അടിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഫൈനലിലെങ്കിലും എത്തട്ടെ. കാരണം ആർസണൽ അത് ഡിസേർവ്ഡ് ആണെന്ന് തോന്നലുണ്ട്. അതെ, ഇന്നത്തെ മാച്ച് എന്താകും നമുക്ക് കണ്ടറിയാം. എനിക്ക് തോന്നുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് അടിക്കുമെന്നാണ്. കാരണം പക്ഷേ ആർസണലിന്റെ ഗ്രൗണ്ടിലാണ്, എമിറേറ്റ്സിനാണ്. എന്താവും കണ്ടറിയാം. കാരണം ആർസണലിന് അങ്ങനെ ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടും. സിമിയോണിയാണ്. പക്ഷേ ആർസണൽ ഡിസേർവ്ഡ് ആണ്. എനിക്ക് അതാ പറയാനുള്ളൂ. പക്ഷേ ആർസണൽ സിറ്റുവേഷൻ ഭയങ്കര പ്രഷർ ആർസണലിന് എല്ലാ ഭാഗത്തും. കാരണം ഒരു കപ്പിലായിട്ട് കുറേ ആയല്ലോ, അതിൻ്റെ പ്രശ്നം ആർസണലിനുണ്ട്. സോ ലെറ്റ്സ് സീ. സൗദി പ്രോ ലീഗിൽ ഇന്ന് അൽ ഹിലാലിന് മത്സരമുണ്ട്. അൽ നാസർ തോറ്റത് കൊണ്ട് അൽ ഹിലാലിന് വളരെ സാധ്യതയുണ്ട്. ഇനിയുള്ള മത്സരങ്ങൾ ജയിച്ചാൽ അൽ ഹിലാലിന് കപ്പ് കിട്ടും. കാരണം ഒരു മത്സരം വരുന്നത് അൽ നാസറും അൽ ഹിലാലും ആണ്. ആ മത്സരം ജയിക്കണം, എല്ലാ മത്സരം ജയിക്കും. കാരണം അൽ ഹിലാൽ ഒരു മത്സരം പോലും തോറ്റിട്ടില്ല ഈ സീസണിൽ. ഡ്രോയാണ് വന്നത്, 8 ഡ്രോ വന്നിട്ടുള്ളൂ. പക്ഷേ അൽ നാസർ സം മാച്ച് തോറ്റിട്ടുണ്ട്. സോ അൽ ഹിലാലിനാണ് എനിക്ക് തോന്നുന്നത് ഈ വട്ടം ഒരു പോയിന്റിന് അൽ ഹിലാൽ ജയിക്കുന്നതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. റൊണാൾഡോക്ക് ഒരു കപ്പ് എന്നുള്ള പദ്ധതി മിക്കവാറും ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അത് നമുക്ക് കണ്ടറിയാം. ഏതായാലും നമുക്കുള്ളതാണ്. നമുക്കുള്ളതെങ്ങനെ പറഞ്ഞ കാര്യമില്ല. അത് പലരും പറഞ്ഞായിരുന്നു അവർക്ക് ഏതാണ്ട് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടെന്ന്. അപ്പം ഇതായിരുന്നു ഉത്തരം. അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. പിന്നെ എൽ ക്ലാസിക്കോ 11-നാണ് വരുന്നത്, മെയ് 11. അതിൽ പേടിക്കാനൊന്നുമില്ല. കാരണം ബാസയുടെ സിറ്റുവേഷൻ അറിയാം. 88 പോയിന്റ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? പറയൂ, നിങ്ങൾ എവിടെയാണ്? ഞങ്ങളായിട്ട് 11 പോയിന്റ് വ്യത്യാസമുണ്ട്. സോ ലാലിഗ ഇല്ല 11, 14 ഇനി 11ആയി. സോ ലാലിഗ ഞങ്ങൾക്കുള്ളത് തന്നെയാണ്. ഞങ്ങൾക്കൊരു ഡ്രോ മതിയോ ലാലിഗിന് കിട്ടാൻ. അത് മനസ്സിലാക്കുക. ഈ സീസണിൽ ഇപ്പൊ 2 കൊല്ലമായിട്ട് ഒരു കപ്പില്ല. അതിന്റെ ഒരു വിഷമങ്ങൾക്ക് ഉണ്ട് അറിയാം. അതായാലും കുഴപ്പമില്ല. അടുത്ത സീസണിൽ അതിൽ നോക്കാം. 11 കൊല്ലമായിട്ട് യൂസ് ചെയ്യലൊന്നും ഇല്ലാതില്ല. അതിന്റെ വിഷമം കോപ്പ് വരും. ക്ലോപ്പ് വരും എന്ന് പറഞ്ഞത് കോപ്പ് വരും എന്ന് ഞാൻ കണ്ടറിയാം. ആര് വരും ആരും വന്നിട്ടും കാര്യമില്ല. 2 കൊല്ലമായിട്ടൊന്നും ഇല്ല. അവിടെ 2 കൊല്ലമായിട്ട് ഒരു സീസൺ ഒരു കപ്പില്ലാത്ത ആൾക്കാർ ഇവിടെ 11 കൊല്ലമായിട്ട് യൂസ് ഇല്ലല്ലോ. കപ്പുണ്ട്, കൈ കൊണ്ട് എണ്ണാൻ പറ്റൂല്ലോ യൂസ് ഇല്ല. അറിയാവോ? ഞാൻ ആലോചിച്ചോ. താങ്ക്സ് ഫോർ വാച്ചിങ്.